ഓം ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതികമ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് 2026 ജൂൺ മാസഫലം കന്നിക്കൂറുകാർക്കും കന്നിലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ്. അതായത് ഉത്തര നക്ഷത്രത്തിൻ്റെ അവസാന 3 പാദം, അത്തം, ചിത്തിര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 2 പാദത്തിൽ പെടുന്നവർക്ക് ജൂൺ മാസം എങ്ങനെയാകും, അതുപോലെ കന്നിലഗ്നക്കാർക്കും. ഇപ്പോൾ കന്നിക്കൂറുകാർക്കും കന്നിലഗ്നക്കാർക്കും ജൂൺ മാസത്തെ ഗ്രഹസ്ഥിതി, ഗോചര ഗ്രഹസ്ഥിതി നോക്കുമ്പോൾ ജൂൺ 2-ന് ഗുരുഗ്രഹം 10ാം ഭാവരാശിയിൽ നിന്നും 11ലേക്ക് ഉച്ചരാശിയിലേക്ക് രാശി മാറുന്നു. ശുക്രൻ ജൂൺ 8-ന് 10-ൽ നിന്നും 11ലേക്ക് രാശി മാറുന്നു. സൂര്യൻ ജൂൺ 15-ന് 9-ൽ നിന്നും 10ലേക്ക് രാശി മാറുന്നു. ചൊവ്വാഗ്രഹം ജൂൺ 20-ന് 8-ൽ നിന്നും 9ലേക്ക് രാശി മാറുന്നു. ജന്മ ലഗ്ന രാശ്യാധിപനായിട്ടുള്ള ബുധൻ 10-ലും ജൂൺ 22-ന് 11ലേക്കും രാശി മാറുന്നു. ശനി 7-ലും രാഹു 6-ലും കേതു 12-ലും സ്ഥിതി തുടരുന്നു. അപ്പോൾ ജൂൺ മാസത്തിൽ 5 ഗ്രഹങ്ങൾ, അതായത് ഗുരു, ശുക്രൻ, സൂര്യൻ, ചൊവ്വ, ബുധൻ, ഈ 5 ഗ്രഹങ്ങൾക്ക് രാശിമാറ്റങ്ങൾ വരുന്നു എന്നുള്ളതാണ് ജൂൺ മാസത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ ഈ ഗ്രഹസ്ഥിതി അനുസരിച്ച്, ഗോചര ഗ്രഹസ്ഥിതി അനുസരിച്ച് എങ്ങനെയായിരിക്കും കന്നിക്കൂറുകാരുടെയും കന്നിലഗ്നക്കാരുടെയും ആരോഗ്യസ്ഥിതി നോക്കാം. ആരോഗ്യസ്ഥിതി നോക്കുമ്പോൾ ജന്മലഗ്ന രാശാധിപനായിട്ടുള്ള ബുധൻ ഇഷ്ടസ്ഥാനങ്ങളിൽ നിൽക്കുകയാണ് 10, 11 രാശികളിൽ. 6ാം ഭാവാധിപനായിട്ടുള്ള ശനി 7-ൽ നിൽക്കുന്നു. ശനി ജന്മരാശിയിൽ ദൃഷ്ടി ചെയ്യുന്ന സമയമാണ്. 6-ലാണെങ്കിൽ രാഹു ഉണ്ട്. അഷ്ടമഭാവാധിപനായിട്ടുള്ള ചൊവ്വ മൂലത്രികോണ രാശിയിൽ വിപരീത രാജയോഗത്തോടുകൂടി നിൽക്കുന്ന സമയമാണ്. ഇപ്പോൾ ചെറിയ ജന്മലഗ്ന രാശിയിലൊക്കെ ആ ശനിയുടെയൊക്കെ ദൃഷ്ടിയുള്ള സമയമായതുകൊണ്ട് ചെറിയ തോതിൽ ചിലർക്ക് ബോഡി പെയിനൊക്കെ ഉണ്ടാകാം. എങ്കിലും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് അതിൽ നിന്ന് സഡനായിട്ടുള്ള റിക്കവറിക്ക് സാധ്യതയുണ്ട്. പൊതുവെ ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന് ആശ്വാസം ഉണ്ടാകുന്ന സമയമായിരിക്കും. 20 മുതൽ ചൊവ്വ 12ലേക്ക് ദൃഷ്ടി ചെയ്യുന്ന സമയമാണ്. ചൊവ്വയ്ക്ക് രാശിമാറ്റം വരുന്നുണ്ട്. 12-ലാണെങ്കിൽ കേതു ഉണ്ട്. അപ്പോൾ അത് ചിലരെ സംബന്ധിച്ചിടത്തോളം 12-ലെ കേതു, 12-ൽ ചൊവ്വയുടെ ദൃഷ്ടി, അത് ചെറിയ തോതിൽ ചിലപ്പോൾ ഈ സ്ലീപ്പിംഗ് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. മാനസികമായിട്ട് ഒരു സംഘർഷം, ചെറിയ തോതിലുള്ള ടെൻഷനൊക്കെ ചിലപ്പോൾ അവസാനത്തെ പകുതി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മറ്റ് ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ കുറയുന്ന സമയമെന്ന് പറയാം. ഇനി നമുക്ക് തൊഴിൽ സ്ഥിതി നോക്കാം. തൊഴിൽ സ്ഥിതി നോക്കുമ്പോൾ 10ാം ഭാവാധിപനായിട്ടുള്ള ബുധൻ 10-ൽ തന്നെ സ്വക്ഷേത്ര ബലവാനായിട്ട് നിൽക്കുന്ന സമയമാണ്. 21 വരെ ആ 10ാം ഭാവാധിപൻ 10-ൽ തന്നെ ബലവാനാണ്. അതിനുശേഷം ആ ബുധൻ 11ലേക്കാണ് രാശി മാറുന്നത്. അപ്പോൾ പൊതുവെ വളരെ അനുകൂലമായിട്ടുള്ള, തൊഴിലിന് അനുകൂലമായിട്ടുള്ള ഗ്രഹസ്ഥിതിയാണ് ആ ബുധൻ്റെ സ്ഥിതി കൊണ്ട് വരുന്നത്. അതുപോലെ 9ാം ഭാവാധിപനായ ശുക്രനും 10-ൽ സ്ഥിതി ചെയ്യുന്നുണ്ട് ആദ്യത്തെ വാരം. അങ്ങനെ 9, 10 ഭാവാധിപന്മാർ, അതായത് ധർമ്മ കർമ്മ ബന്ധം ആ കർമ്മസ്ഥാനത്ത് വരുന്നുണ്ട്. അത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള മാറ്റങ്ങൾക്ക് വഴിതെളിക്കും. തൊഴിൽപരമായിട്ട് ഗുണാനുഭവം ഉണ്ടാക്കും എന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ ഈ അപ്രതീക്ഷിതമായിട്ടുള്ള നേട്ടങ്ങൾ, തൊഴിലിൽ ഉയർച്ചയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക്, ഉയർന്ന തൊഴിലൊക്കെ ആഗ്രഹിക്കുന്നവർക്ക്, പ്രൊമോഷൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്. ഇപ്പോൾ ജൂൺ 15 ആകുമ്പോൾ സൂര്യനും ആ കർമ്മസ്ഥാനത്ത് വരികയാണ്. 12ാം ഭാവാധിപനാണെങ്കിൽ തന്നെയും ആ സൂര്യൻ കർമ്മസ്ഥാനത്ത് വരുന്നു. സൂര്യൻ കർമ്മസ്ഥാനത്ത് വരുമ്പോൾ സൂര്യന് ദിഗ്ബലമുള്ള സമയമാണ്. അപ്പോൾ തൊഴിൽ മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു സമയമായിട്ട് നമുക്ക് അവസാനത്തെ വാരം കാണാം. പ്രൊമോഷനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധ്യമാകും. തൊഴിൽ അന്വേഷകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തൊഴിൽ ലഭിക്കുന്നതിന് സാധ്യതയുണ്ട്. അതുപോലെ ഈ സർക്കാർ തൊഴിൽ വഴി എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ
അതുപോലെ രാഷ്ട്രീയ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അവർക്കെന്തെങ്കിലും അധികാര സ്ഥാനങ്ങളിൽ എത്താനുള്ള യോഗമൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ വിദേശത്ത് അതേസമയം സൂര്യൻ 12ാം ഭാവാധിപനാണ്, 10ൽ വരുന്ന സമയമൊക്കെ ആയതുകൊണ്ട് വിദേശത്തൊക്കെ ചിലപ്പോൾ തൊഴിൽ ചെയ്യുന്നവർക്ക് തൊഴിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ചിലരെ സംബന്ധിച്ചിടത്തോളം 12ാം ഭാവാധിപൻ എന്നുള്ള രീതിക്ക് 10ൽ വരുമ്പോൾ തൊഴിലിൽ എന്തെങ്കിലും മാറ്റങ്ങളോ ചിലർക്ക് തൊഴിൽ നഷ്ടത്തിനൊക്കെ സാധ്യതയുണ്ട് എന്നും കൂടെ മനസ്സിലാക്കുക. അപ്പോൾ തൊഴിലെടുത്ത് കഴിവതും നമ്മൾ ഈഗോ പ്രശ്നങ്ങൾ ഒഴിവാക്കിയൊക്കെ പോകണം. അത് തൊഴിൽ നഷ്ടപ്പെട്ടാലും നമുക്ക് അങ്ങനെ ഈഗോ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് തൊഴിലിടത്ത് ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ തൊഴിൽ നഷ്ടത്തിനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ മേലുദ്യോഗസ്ഥരുമായിട്ടൊക്കെ വളരെ വിനയപൂർവ്വമായിട്ടുള്ളൊരു സമീപനം ഇവരുടെ ഭാഗത്തുണ്ടാകണം. അതേസമയം വിദേശത്ത് തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് നമുക്ക് അനുകൂല സമയം എന്ന് പറയാം. വിദേശത്ത് തൊഴിലവസരങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. ഇനി നമുക്ക് ബിസിനസ്സുകാരുടെ സ്ഥിതി എങ്ങനെയെന്ന് നോക്കാം. ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം 7ാം ഭാവാധിപൻ എന്ന് പറയുന്നത് വേഴഗ്രഹമാണ്. ആ വേഴഗ്രഹം 11ൽ ഉച്ചരാശിയിൽ നിൽക്കുന്ന സമയമാണ്. 7ാം ഭാവാധിപൻ ഉച്ചരാശിയിലാണ്. 7ലാണെങ്കിൽ ശനിയുടെ സ്ഥിതി ഉണ്ടെങ്കിൽ തന്നെയും ആ ശനിയെ 7ാം ഭാവാധിപനായിട്ടുള്ള ഗുരു 7ൽ ദൃഷ്ടി ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഈ ശനി 7 സ്ഥിതി ചെയ്യുക വഴി ഉണ്ടാകാവുന്ന ഒരു ആലസ്യം അല്ലെങ്കിൽ മെല്ലപ്പോക്ക് ഒക്കെ മാറി ബിസിനസ്സുകാർക്ക്, പ്രത്യേകിച്ച് ആ ബിസിനസ് കാരകനായിട്ടുള്ള ബുധനും കർമ്മസ്ഥാനത്ത് ബലവാനായിട്ട് നിൽക്കുന്ന സമയമാണ് എന്നുള്ളത് കൊണ്ട് നമുക്ക് ബിസിനസ്സുകാർക്ക് പുരോഗതി നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. അതുപോലെ ഈ ബിസിനസ്സിലെ പ്രോഗ്രസ്സൊക്കെ ദൃശ്യമാകുന്ന സമയമാണ്. ഭാഗ്യ നേട്ടങ്ങളൊക്കെ ബിസിനസ്സിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് 11 നിൽക്കുന്ന ഗുരു അതിൻ്റെ ഭാഗ്യസ്ഥാനത്താണ്. അതിൻ്റെ ഭാഗ്യസ്ഥാനമാണ് 7 എന്ന് പറയുന്നത്, അവിടെ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് ഈ ബാങ്കിങ്, അതുപോലെ ആഡിറ്റിങ്, അക്കൗണ്ടിങ്, ഇത്തരത്തിലുള്ള ഫേമുകളൊക്കെ നടത്തുന്നവർക്കൊക്കെ വളരെ അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്. അവരുടെ വരുമാനമൊക്കെ കൂടും, ലാഭവർദ്ധനവിനൊക്കെ സാധ്യതയുണ്ട്. പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ എന്തെങ്കിലുമൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളോ തടസ്സങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറുന്നതിനും ആ 7ലെ ഗുരുവിൻ്റെ ദൃഷ്ടിക്ക് കഴിയും. അതുപോലെ പുത്തൻ സ്റ്റാർട്ടപ്പുകളൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും അനുകൂല സമയമെന്ന് പറയാം. ഇനി വിദ്യാർത്ഥികൾക്ക്, ഇപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ആ വിദ്യാകാരകൻ ബുധനാണ്. ആ ബുധൻ ജന്മലഗ്ന രാശ്യാധിപനുമാണ്. ആ ബുധൻ 10ൽ നിൽക്കുകയാണ്. 22-ന് ആ ബുധൻ 11ലേക്ക് നേട്ടത്തിൻ്റെ രാശിയിലേക്ക് രാശി മാറുന്നു. അപ്പം ജ്ഞാനകാരകനായിട്ട് ഗുരുവാണെങ്കിൽ 11ൽ ഉച്ചസ്ഥിതിയിലാണ്. 2, 9 ഭാവാധിപനായിട്ടുള്ള ശുക്രനും ജൂൺ 8 മുതൽ ആ 11ൽ ഗുരുവിൻ്റെ കൂടെ യോഗം ചെയ്യുന്നുണ്ട്. അങ്ങനെ ഗുരു ശുക്ര യോഗം, ലക്ഷ്മി നാരായണ യോഗമൊക്കെ വരുന്നുണ്ട്. ആ ഗുരു ശുക്രന്മാർ 5ൽ ദൃഷ്ടി ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പം അവസാന വാരം ബുധനും ആ 11ലേക്ക് രാശി മാറുകയാണ്. അപ്പോൾ പഠിതാക്കളെ സംബന്ധിച്ചിടത്തോളം പഠന മികവിൻ്റെ സമയമാണ്. പഠനത്തിൽ ഭാഗ്യനേട്ടങ്ങളുണ്ടാകും. അഷ്ടമ ഭാവാധിപനായിട്ടുള്ള ചൊവ്വ 8ൽ തന്നെ വിപരീത രാജയോഗാവസ്ഥയിൽ നിൽക്കുന്ന സമയമാണ്. അപ്പോൾ നമുക്ക് എന്ത് പ്രശ്നങ്ങളും പ്രതിബന്ധങ്ങളും വന്നാലും അതൊക്കെ നമുക്ക് തരണം ചെയ്യാൻ, അതൊക്കെ അതിജീവിക്കാനൊക്കെ ആകുന്ന സമയമാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം. അതുപോലെ വിദേശത്തൊക്കെ ഉന്നത പഠനം, ഗവേഷണം, ഇത്തരം കോഴ്സുകളൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ വളരെ അനുകൂല സമയമാണ്. പ്രത്യേകിച്ച് ജൂൺ 20 മുതൽ ചൊവ്വാഗ്രഹം ഭാഗ്യസ്ഥാനത്ത് വരുന്നുണ്ട്. അതുപോലെ തന്നെ അതേസമയം നമ്മൾ ഈ ചൊവ്വാഗ്രഹം അഷ്ടമഭാവാധിപനും കൂടിയാണ്. ഭാഗ്യസ്ഥാനത്തേക്കൊക്കെ വരുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ഹയർ സ്റ്റഡീസൊക്കെ നടത്തുന്നവർ, സീനിയർ അധ്യാപകർ, അതുപോലെ ഗുരുക്കന്മാർ, അതുപോലെ പിതാവ്, ഇവരുമായിട്ടൊക്കെ നമ്മൾ എന്തെങ്കിലും വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ കഴിവതും നമ്മൾ അവരോട് അനാദരവ് കാണിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെ അവരോട് അഗ്രസീവ് എനർജി കൂടാതിരിക്കാനും ശ്രദ്ധിക്കണം. കുറച്ച് വിനയം മറ്റു കാര്യങ്ങളൊക്കെ ഈ കുറുകാർക്ക്, പ്രത്യേകിച്ച് മുതിർന്നവരോട്, സീനിയർ അധ്യാപകരോട്, അവരോടൊക്കെ ഇൻ്ററാക്ട് ചെയ്യുമ്പോൾ ഒരു വിനയപൂർവ്വമായിട്ടുള്ള ഒരു സമീപനം ഇവരുടെ ഭാഗത്ത് ഉണ്ടാകണം. ഇനി ധനസ്ഥിതി നോക്കുമ്പോൾ 11ൽ വേഴം ഉച്ചസ്ഥനായിട്ട് നിൽക്കുകയാണ്. 11ാം വേഴം, അത് വേഴമാണെങ്കിൽ ഉച്ചരാശിയിലാണ് നിൽക്കുന്നത്. ധനകാരകനും കൂടിയാണ്. ധനകാരകൻ ഉച്ചരാശി നിൽക്കുന്ന സമയമാണ്. അതുപോലെ ജൂൺ 8 മുതൽ ശുക്രനും പ്രത്യേകിച്ച് ധനഭാവാധിപനാണ്, 2ാം ഭാവാധിപനാണ്, ഭാഗ്യഭാവാധിപനാണ്. 11ൽ ഗുരുവിൻ്റെ കൂടെ നിൽക്കുന്നു. അങ്ങനെ ആ ഗുരു ശുക്ര യോഗം 11ൽ ലക്ഷ്മി നാരായണ യോഗം, അതായത് 2 ശുഭഗ്രഹങ്ങൾ 11ൽ യോഗം ചെയ്യുകയാണ്.
അപ്പം ധനഭാഗ്യത്തിനും ധനനേട്ടത്തിനും പ്രത്യേകിച്ച് ധനാഗമനം കൂടുന്ന സമയം എന്ന് തന്നെ പറയാം. പ്രത്യേകിച്ച് സാമ്പത്തിക പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം ആ പ്രശ്നങ്ങളൊക്കെ കുറയുകയും അവർക്ക് സാമ്പത്തിക സ്ഥിതി ഉയരുകയും ചെയ്യുന്ന സമയമാണ്. ഫ്രണ്ട്ഷിപ്പ്, സോഷ്യൽ സർക്കിള്, അതുപോലെ ജ്യേഷ്ഠ സഹോദരന്മാർ, ഇവർ വഴിയൊക്കെ നമുക്ക് ചില ഗുണാനുഭവങ്ങൾ ഈ സമയത്ത് ഉണ്ടാകും. അതൊക്കെ നമുക്ക് ധനസ്ഥിതി ഇമ്പ്രൂവ് ചെയ്യുന്നതിന് സഹായകമാകും. അതുപോലെ തന്നെ ജീവിത പങ്കാളി വഴിയൊക്കെ നമുക്ക് ചില ഗുണാനുഭവം ഉണ്ടാകും. പ്രത്യേകിച്ച് ഗുരു എന്ന് പറയുന്നത് 7ാം ഭാവാധിപനും കൂടിയാണ്. 7ാം ഭാവാധിപൻ 11-ൽ ഉച്ചസ്ഥനായിട്ട് നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ജീവിത പങ്കാളി വഴി ധനാഗമമൊക്കെ കൂടാൻ സാധ്യതയുണ്ട്. അതുപോലെ ഈ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ, അതുപോലെ കരിയർ തലത്തിൽ ഒക്കെ തന്നെ നമുക്ക് സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുന്നു. സ്പെക്കുലേഷൻ വഴിയും സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. പൊതുവെ മണി ഇൻഫ്ലോ കൂടുന്ന സമയം എന്ന് അറിയുക. ഇനി നമുക്ക് വിവാഹം, ദാമ്പത്യബന്ധം, കുടുംബജീവിതം എങ്ങനെയെന്ന് നോക്കാം. ഇപ്പോൾ വിവാഹം ആലോചിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇപ്പോൾ 7-ൽ ശനി നിൽക്കുകയാണ്. പക്ഷേ 7ാം ഭാവാധിപൻ ഉച്ചരാശിയിൽ നേട്ടത്തിൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് അവിടെ നിന്നുകൊണ്ട് 7ാം ഭാവരാശിയിലേക്ക് ദൃഷ്ടി ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് വിവാഹ ആലോചനകളിൽ വന്ന മെല്ലപ്പോക്ക് അല്ലെങ്കിൽ തടസ്സങ്ങൾ ഇവയൊക്കെ മാറി വിവാഹ ആലോചനയ്ക്ക് വേഗത കൂടുന്ന സമയമാണ്. അതുപോലെ 7ാം ഭാവാധിപനായ ഗുരു നേട്ടത്തിൻ്റെ സ്ഥാനത്താണ് നിൽക്കുന്നത്. അപ്പോൾ പൊതുവെ നമുക്ക് ആലോചനകൾ വഴി നേട്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ 7-ൽ ശനി നിൽക്കുന്നു, 6ാം ഭാവാധിപനും കൂടിയാണ്. ചിലപ്പോൾ ചിലർക്ക് ഈ ബന്ധുക്കളിൽ നിന്ന് തന്നെ വിവാഹ ആലോചന ഉണ്ടാകുന്നതിനും സാധ്യത കാണുന്നുണ്ട്. പൊതുവെ പറയുകയാണെങ്കിൽ അല്പം ആത്മജ്ഞാനം, ലോകപരിജ്ഞാനമൊക്കെ ഉള്ള ഒരു ജീവിത പങ്കാളിയെ കണ്ടെത്തുന്നതിനുള്ള ഒരു അനുകൂല സമയമാണ് ആ ജൂൺ മാസം എന്ന് പറയാം. അതുപോലെ തന്നെ 5ാം ഭാവാധിപനായിട്ടുള്ള ശനി, ആ ശനി 7-ൽ നിൽക്കുകയാണ്. ഗുരു ആണെങ്കിൽ 7-ൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ ചിലർക്ക് ഈ കമിതാക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്കും അവരുടെ ബന്ധമൊക്കെ ഇമ്പ്രൂവ് ചെയ്യുന്നതിനും ചിലപ്പോൾ ആ പ്രണയബന്ധം വിവാഹത്തിലേക്ക് എത്തിപ്പെടുന്നതിനുമൊക്കെ സാധ്യത കാണുന്നുണ്ട്. അതുപോലെ ദാമ്പത്യത്തിലെ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരമൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. ദമ്പതിമാർക്ക് സ്പിരിച്വൽ ചിന്തയൊക്കെ കൂടുന്ന ഒരു സമയം എന്ന് തന്നെ പറയാം. അതുപോലെ തെറ്റിദ്ധാരണകൾ എന്തെങ്കിലും അവർക്കിടയിൽ ഉണ്ടെങ്കിൽ ആ തെറ്റിദ്ധാരണകളൊക്കെ മാറുന്നതിന് അനുകൂല സമയമാണ്. ജീവിത പങ്കാളി വഴിയൊക്കെ സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്ന സമയമാണ്. ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. പ്രത്യേകിച്ച് ജീവിത പങ്കാളിക്കൊക്കെ ചിലപ്പോൾ ഈ സോഷ്യൽ സ്റ്റാറ്റസ് ഒക്കെ ഉയരുന്ന സമയം എന്നും കൂടെ പറയാം. അതുപോലെ ഈ സന്താന ലബ്ധിക്കൊക്കെ കാത്തിരിക്കുന്ന ദമ്പതിമാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അനുകൂല സമയമാണ്. അപ്പോൾ ജീവിത പങ്കാളിയുമായി ചിലപ്പോൾ ദൂരയാത്രകൾക്കോ ഷോപ്പിങ്ങോ ഒക്കെ ഈ ജൂൺ മാസത്തിൽ ഉണ്ടായെന്ന് വരാം. മംഗളകർമ്മങ്ങളിലൊക്കെ പങ്കെടുക്കുന്നതിനും വിവാഹ പാർട്ടികളിലൊക്കെ പങ്കെടുക്കുന്നതിനൊക്കെ സാധ്യത കാണുന്നുണ്ട്. പൊതുവെ സന്തോഷ അനുഭവങ്ങൾ ഉണ്ടാകാവുന്ന സമയമാണ്. ദാമ്പത്യ ബന്ധം മെച്ചപ്പെടുന്ന സമയം എന്ന് തന്നെ പറയാം. കുടുംബജീവിതത്തിലോട്ട് വരുമ്പോൾ വീട് പുതുക്കുന്നതിനോ വീട് മാറുന്നതിനോ ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധ്യമാകുന്ന സമയമാണ്. കുടുംബത്തിൽ പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ, പരിവർത്തനങ്ങൾ ഈ സമയത്ത് ഉണ്ടാകും. അതേസമയം 4-ലൊക്കെ ശനിയുടെ ദൃഷ്ടി ഉള്ള സമയമാണ്. ഇപ്പോൾ 7 നിൽക്കുന്ന ശനി 4-ലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അവസാനത്തെ പകുതി സൂര്യനും ചൊവ്വയും ഒക്കെ തന്നെ 4 ദൃഷ്ടി ചെയ്യുന്നുണ്ട്. ആ ശനിയുടെ ദൃഷ്ടി ജന്മലഗ്നരാശിയിലും ഉള്ള സമയമാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് അവസാനത്തെ പകുതിയൊക്കെ ആകുമ്പോൾ ഈ ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള വിഷയങ്ങളൊക്കെ ചിലപ്പോൾ ചർച്ച ചെയ്യുമ്പോൾ അല്പം അഗ്രസീവ് എനർജി കൂടാൻ സാധ്യതയുണ്ട്. അവിടെ ഒരു കെയർ വേണം. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നത് പ്രത്യേകിച്ച് ഒരു പീസ് ഓഫ് മൈൻഡ് കുറയുന്നതിന് ഇടയാക്കും എന്നും കൂടെ മനസ്സിലാക്കുക. അവിടെ നമ്മളൊരു ശ്രദ്ധ വേണം. അപ്പോൾ നമുക്ക് എല്ലാ സൗഭാഗ്യങ്ങളും നേട്ടങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും നമുക്ക് ഈ മാനസികമായിട്ടുള്ള സംഘർഷം ഉണ്ടാകാവുന്ന വിഷയങ്ങൾ കഴിവതും ചർച്ച ചെയ്യാതിരിക്കുക. അത് നമുക്ക് ഒരു സന്തോഷക്കുറവിന് അല്ലെങ്കിൽ സമാധാനക്കുറവിന് വഴിതെളിക്കും എന്ന് മനസ്സിലാക്കുക. ജൂൺ 7, 8, 11, 12, 19, 20, 21 ഈ തീയതികൾ അനുകൂല ദിവസങ്ങളായിട്ട് കാണുന്നില്ല. അപ്പോൾ ഈ ദിവസങ്ങളിൽ നമ്മൾ കഴിവതും ശുഭകർമ്മങ്ങൾ, മംഗളകർമ്മങ്ങൾ ഒഴിവാക്കുക. പുതിയ എന്തെങ്കിലും സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ ഈ ദിവസങ്ങളിൽ അത് ഒഴിവാക്കുക. അതുപോലെ സുപ്രധാന തീരുമാനങ്ങൾ എടുക്കുന്നവരും ഈ ദിവസങ്ങൾ
അത് ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പം ഞാൻ ഇവിടെ പറഞ്ഞതെല്ലാം തന്നെ ഈ കന്നിക്കൂറുകാരുടെയും കന്നി ലഗ്നക്കാരുടെയും ഇപ്പോഴത്തെ ഗ്രഹസ്ഥിതി വെച്ചിട്ടുള്ള ഒരു പൊതുഫലമാണ്. പക്ഷേ ഈ പൊതുഫലത്തിൽ മാറ്റങ്ങൾ വരാം. കാരണം നമുക്ക് ഇത് ഇപ്പോഴത്തെ ഗ്രഹസ്ഥിതി വെച്ചുള്ളൊരു ഫലമാണ്. അതേസമയം നമ്മുടെ ജാതകത്തിലെ ഗ്രഹസ്ഥിതി, നമുക്കിപ്പോൾ നടക്കുന്ന ദേശാപകാരം, ഛിദ്രം, ഇവയൊക്കെ തന്നെ ഏറ്റവും പ്രധാനമാണ്. അവയുടെ സ്വാധീനമൊക്കെ ഈ പൊതുഫലത്തിൽ ഉണ്ടാകും എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കുക. അതൊക്കെ നമുക്ക് ജാതക ചിന്തയിലൂടെ മാത്രമേ നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ. മാത്രമല്ല, ഞാനിവിടെ പറഞ്ഞത് കന്നിക്കൂറുകാരുടെയും കന്നി ലഗ്നക്കാരുടെയും ഫലമാണ്. ഇപ്പം കന്നിക്കൂറിൽപ്പെടുന്ന നക്ഷത്രക്കാർക്ക് ചിലർക്ക് കന്നി ലഗ്നം വരാം, മറ്റുള്ളവർക്ക് മറ്റ് വ്യത്യസ്ത ലഗ്നരാശികൾ വരാം. അപ്പോൾ ഈ കന്നി ലഗ്നമല്ലാതെ മറ്റു ലഗ്നരാശികൾ വന്നിട്ടുള്ള കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അവർ അവരുടെ ലഗ്നരാശി ഏതെന്നറിയണം. ആ ലഗ്നരാശിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഫലവും കൂടെ ഈ കൂറിൻ്റെ ഫലത്തോടൊപ്പം കമ്പൈൻ ചെയ്ത് കേട്ടാലേ അവർക്ക് ജൂൺ മാസത്തെ ഫലത്തിൻ്റെ ഒരു കൃത്യചിത്രം കിട്ടുകയുള്ളൂ. മാത്രമല്ല, നമ്മൾ ഈ കൂറിൻ്റെ ഫലത്തെക്കാളും കൂടുതൽ കൃത്യത എന്ന് പറയുന്നത് ലഗ്നഫലത്തിലാണ്. അതുകൊണ്ട് ലഗ്നഫലവും കൂടെ കേൾക്കാൻ ശ്രമിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോ കാണാം. നമസ്കാരം.